നമസ്കാരം, STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ചെറുതുരുത്തി കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗിക അതിക്രമം. അധ്യാപകനെതിരെ പോക്സോ കേസെടുത്തത് ദേശമംഗലം സ്വദേശി കനകകുമാറിനെതിരെ. പ്രാഥമിക അന്വേഷണം നടത്തിയ അധ്യാപകനെ കലാമണ്ഡലം സസ്പെൻഡ് ചെയ്തു. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. 10 മാനുകൾ ചത്തു. തെരുവുനായയുടെ ആക്രമണമെന്ന് പ്രാഥമിക നിഗമനം. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട്, തൃശൂർ ജില്ലകളിലെ റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധന ശക്തം. രാത്രി മുതൽ തന്നെ ഷൊർണൂർ ഉൾപ്പെടെ റെയിൽവേ സ്റ്റേഷനുകളിൽ ജാഗ്രത കർശനമാക്കി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ 125 വർഷം പഴക്കമുള്ള നടപ്പാലം ഇനി ഓർമ്മ. ക്രെയിൻ ഉപയോഗിച്ച് പാലം പൂർണ്ണമായും പൊളിച്ചു നീക്കി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥികൾക്കു നേരെ ലൈംഗിക അതിക്രമമെന്ന് പരാതി. അധ്യാപകനെതിരെ പോലീസ് പോക്സോ കേസെടുത്തു. ദേശമംഗലം സ്വദേശി കനകകുമാറിനെതിരെയാണ് കേസ്. സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി വൈസ് ചാൻസലർ ഇയാളെ സസ്പെൻഡ് ചെയ്തു. കലാമണ്ഡലം നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതോടെ വൈസ് ചാൻസലർ പരാതി ചെറുതുരുത്തി പോലീസിന് കൈമാറുകയായിരുന്നു. കലാമണ്ഡലത്തിൽ ഗ്രേഡ് A വിഭാഗത്തിൽപ്പെടുന്ന അധ്യാപകനാണ് കനകകുമാർ എന്നാണ് വിവരം. ഇയാൾ പലപ്പോഴും വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ടു പോവുകയാണ്. പോക്സോ പ്രകാരമാണ് അധ്യാപകനെതിരെ കേസെടുത്തിരിക്കുന്നത്. കലാമണ്ഡലത്തിൽ കൂടിയാട്ടം അധ്യാപകനാണ് പ്രതി. സംഭവത്തിൽ ചെറുതുരുത്തി പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. 10 മാനുകൾ ചത്തു. തെരുവുനായുടെ ആക്രമണത്തിലാണ് മാനുകൾ ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അതേസമയം പണികൾ പൂർത്തീകരിക്കാതെ സുരക്ഷാ ഓഡിറ്റിംഗ് പോലും നടത്താതെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് നടത്തിയ ഉദ്ഘാടന മാമാങ്കമാണ് പുത്തൂരിൽ അരങ്ങേറിയതെന്ന് കോൺഗ്രസ് നേതാവ് ഷാജി കൊടക്കാടത്ത് പറഞ്ഞു. ഇവിടെ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണം. ആ സുരക്ഷാ ഓഡിറ്റിംഗ് ഇതുവരെ നടത്തിയിട്ടില്ല. 2 മനുഷ്യജീവനുകൾ ഈ കോമ്പൗണ്ടിൽ പോയിട്ടുള്ളതാണ്. അപ്പോൾ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണം. മൃഗങ്ങൾക്കും ഇവിടെ വരുന്ന കാഴ്ചക്കാർക്കും സുരക്ഷാ ഓഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടത് ഇവിടെ കൺസ്ട്രക്ഷൻ ചെയ്ത ബിൽഡിംഗ് 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്ന സുവോളജിക്കൽ പാർക്ക് 12 വർഷമായിട്ട് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇവിടുത്തെ MLAയുടെ ഭാഗത്തുനിന്നും വലിയ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ രാത്രിയാണ് പാർക്കിൽ 10 മാനുകൾ ചത്തത്. അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം പോസ്റ്റ്മോർട്ടം നടത്തും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഡൽഹി കാർ സ്ഫോടനം നടന്ന പശ്ചാത്തലത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലും വ്യാപക പരിശോധന. റെയിൽവേ പോലീസും RPFും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം കാറിലുണ്ടായ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് വ്യാപകമായ പരിശോധന നടന്നുവരുന്നത്. കേരളത്തിലും പലയിടങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന രാവിലെ മുതൽ ആരംഭിച്ചു. ഷൊർണൂർ റെയിൽവേ പോലീസും RPFും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും യാത്രക്കാരുടെ ബാഗുകളുമാണ് പ്രധാനമായും ഡോഗുമായി സംഘം പരിശോധന നടത്തിയത്. പരിശോധന വൈകിട്ട് വരെ നീണ്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുന്നംകുളം പോർക്കുളത്ത് റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന കാൽനട യാത്രക്കാരൻ കാർ ഇടിച്ച് മരിച്ചു. പോർക്കുളം കുത്തൂർ വീട്ടിൽ 61 വയസ്സുള്ള പ്രിൻസാണ് മരിച്ചത്. പുലർച്ചെ 6 മണിയോടെ പോർക്കുളം സ്കൂൾ സ്റ്റോപ്പിന് സമീപത്തായിരുന്നു അപകടം. റോഡ് മുറിച്ചു കിടക്കുകയായിരുന്ന ഗൃഹനാഥനെ ചിറക്കൽ ഭാഗത്തു നിന്ന് പാറയമ്പാടം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണ ഗൃഹനാഥനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും 7:30 മണിയോടെ മരണം സംഭവിച്ചു. അപകടത്തിനിടയാക്കിയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാരണാസി പരുത്തിപ്പുറ പാതയിലെ തകർച്ച നേരിട്ട ഭാഗത്തെ നിർമ്മാണ പ്രവൃത്തികൾ വൈകുന്നതിനെതിരെ BJP പ്രതിഷേധവുമായി രംഗത്തെത്തി. ബന്ധപ്പെട്ട അധികൃതർ പ്രവൃത്തികൾ 10 ദിവസം താൽക്കാലികമായി നിർത്തിവച്ച സാഹചര്യത്തിലാണ് BJPയുടെ പ്രതിഷേധം. പാത ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്ന് BJP 8ാം വാർഡ് ബൂത്ത് കമ്മിറ്റി പ്രവർത്തകർ ആവശ്യപ്പെട്ടു. വാരണാസിയിൽ നിന്നും ഷൊർണൂരിലേക്ക് എളുപ്പമാർഗം പോകാവുന്ന പ്രധാന റോഡാണ് ഈ കാണുന്ന പരുത്തിപ്പുറ ഷൊർണൂർ റോഡ്. ഇതിൽ ഓങ്ങല്ലൂർ പഞ്ചായത്ത് 8ാം വാർഡ് പരിധിയിൽ വരുന്ന ക്യാപിറ്റൽ കമ്പനിക്ക് വരെയുള്ള 700 മീറ്ററോളം ദൂരമാണ് വർഷങ്ങളായി തകർച്ച നേരിട്ട് കിടക്കുന്നത്. തകർച്ചയെ തുടർന്ന് ഗതാഗത യോഗ്യമല്ലായിരുന്നു. മെമ്പറുടെയും മറ്റും ഇടപെടലിനെ തുടർന്ന്
നവീകരണ പ്രവൃത്തികൾ കഴിഞ്ഞ മാസം മുതൽ ആരംഭിക്കുകയായിരുന്നു. പാതയിലെ പഴയ ടാറിംഗ് ഇളക്കി മാറ്റിയ ശേഷം ലെവലിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കുകയായിരുന്നു. എന്നാൽ കട്ട വിരിക്കാനുള്ള സാധന സാമഗ്രികൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പ്രവൃത്തികൾ താൽക്കാലികമായി നിർത്തിവെച്ചു എന്നാണ് അധികാരികളുടെ ഭാഗത്തുനിന്നും അറിയാൻ കഴിഞ്ഞതെന്ന് BJP പ്രവർത്തകർ പറയുന്നു. നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന പാത കൂടിയാണിത്. നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാതെ പാതയുടെ ഒരു വശം അടച്ചിട്ടത് ശരിയായില്ല. അധികാരികളുടെ ഇത്തരം നടപടിക്കെതിരെയാണ് BJP 8ാം വാർഡ് ബൂത്ത് കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. പാത ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്ന് BJP മേഖലാ പ്രസിഡന്റ് രഞ്ജിത്ത് ആവശ്യപ്പെട്ടു. 15 ദിവസം കഴിഞ്ഞിട്ട് പിന്നിട്ടിട്ടും ഇതിൻ്റെ ഭാവി പ്രവർത്തനം നടക്കാണ്ട് ഇനി ഒരു 10 ദിവസം ഈ റോഡ് അടച്ചിടുക എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ബന്ധപ്പെട്ട അധികാരികളടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡിനോട് ബന്ധപ്പെട്ട് വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായി ഇതിന് വർക്ക് നടത്തുന്നതിന് കൈക്കൂലി ആവശ്യപ്പെട്ടുകൊണ്ട് അത് നൽകാൻ വിസമ്മതിച്ചതുകൊണ്ടാണ് ഈ റോഡ് ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഇലക്ഷനോട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന റോഡ് പണി ഈ ഇലക്ഷൻ ഫണ്ടിലേക്ക് പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ നിർത്തുന്ന ഈ റോഡ് പണി നടക്കാത്തത് കൊണ്ട് ഈ വഴിയിൽ കൂടെ പോകുന്ന SNS സ്കൂള്, അതുപോലെ പരുത്തിപ്പുറ സ്കൂള്, ഗവൺമെൻറ് ആശുപത്രി എന്നിവയെല്ലാം പോകുന്ന ഈ വഴി എത്രയും പെട്ടെന്ന് സുഗമമാക്കി ഗതാഗത യോഗ്യമാക്കി തരികയോ അല്ലാത്ത പക്ഷം ഈ അടച്ചു കിടത്തിയിരുന്ന ഒരു 8 ദിവസത്തിനോ 10 ദിവസത്തിനോ ഇനി ഇതിവിടെ ഗതാഗത യോഗ്യമല്ല എന്ന് പറയുന്നതോ മാറ്റി തന്നുകൊണ്ട് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കി തരണമെന്ന്. ബൈക്കുകളും മറ്റും കടന്നു പോകുന്നതിനാൽ പാതയിലെ ലെവലിംഗ് പ്രവൃത്തികൾ ഇളകിപ്പോകുന്നുണ്ട്. ഇനി വീണ്ടും ലെവലിംഗ് നടത്തേണ്ട അവസ്ഥയാണ്. എന്തിൻ്റെ പേരിലായാലും ശരി പാത അടച്ചിടാൻ പാടില്ലെന്നാണ് BJP പ്രവർത്തകർ പറയുന്നത്. പ്രതിഷേധത്തിൽ രഞ്ജിത്തിനു പുറമെ ശങ്കുരാജ്, ബിജു, ഉണ്ണികൃഷ്ണൻ, പ്രസാദ് ബാബു എന്നിവരും പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരവും ഫണ്ട് കവർന്നെടുക്കുന്ന സർക്കാർ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ത്യ ദേശീയ ജനറൽ സെക്രട്ടറി ടി സാരംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നിലപാട് അടുത്ത ആഴ്ച പ്രഖ്യാപിക്കുമെന്നും ഭാരവാഹികൾ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. LDF ഒരു കാലത്ത് UDFനെതിരെ ഉയർത്തിയിരുന്ന കുറ്റപത്രം കാപഢ്യമായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണെന്ന് വാർത്താ സമ്മേളനത്തിൽ സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ത്യ നേതാക്കൾ ചൂണ്ടിക്കാട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന നിലപാട് അടുത്തയാഴ്ച പ്രഖ്യാപിക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരവും ഫണ്ടും കവർന്നെടുത്തതോടെ പ്രാദേശിക വികസനം നടപ്പിലാകാത്ത സ്ഥിതിയാണ്. കേരളത്തിലെ ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളും ചെലവഴിച്ചത് 40% തുക മാത്രമാണ്. ഗ്രാമസഭ കൂടി എടുത്ത തീരുമാനങ്ങൾ പോലും അട്ടിമറിക്കപ്പെടുന്നത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് വിരുദ്ധമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പറ്റാവുന്ന ഇടങ്ങളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയും മറ്റിടങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയത്തെ അംഗീകരിക്കുന്നവരെ പിന്തുണയ്ക്കുകയും ചെയ്യുമെന്ന് നേതാക്കളായ മനോജ് ടി സാരംഗ്, കാട്ടുകുളം ബഷീർ എന്നിവർ അറിയിച്ചു. ഇവിടുത്തെ പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അവർ വീടുണ്ടാക്കാൻ, തൊഴിലുണ്ടാക്കാൻ, നാട്ടിൽ റോഡുണ്ടാക്കാൻ എല്ലാം വേണ്ട പണം 60% ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്നു. അവസാന ഘട്ടത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു എന്നാൽ ഫണ്ട് ഉപയോഗിക്കണം എന്നതുകൊണ്ട് മാത്രം ഇത് എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുക. അപ്പം അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായി പ്രാദേശിക ഭരണകൂടങ്ങൾ നിലനിന്നാൽ മാത്രമേ വികസനം, യഥാർത്ഥത്തിലുള്ള വികസനം ജനങ്ങളിൽ എത്തുകയുള്ളൂ. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു വാർത്ത നിങ്ങൾ കണ്ടു കാണും. ലോക പട്ടിണിയുടെ ലിസ്റ്റിൽ ഇന്ത്യയുടെ സ്ഥാനം 121ാം സ്ഥാനത്ത് ഇന്ത്യ കിടക്കുന്നു. അത് വേറെ ഒരു തരത്തിലെടുക്കുമ്പോൾ 111ലേക്ക് മാറുന്നു. ആകെ 136 രാജ്യങ്ങളെ അതിനകത്തുള്ളൂ. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഏറ്റവും ദാരിദ്ര്യം കിടക്കുന്ന ശ്രീലങ്കയും ബംഗ്ലാദേശും പോലും ഇന്ത്യയെക്കാളും എത്രയോ മുകളിലാണ്. ഇതൊക്കെ സംഭവിക്കുന്നത് ഇവിടെ നടക്കുന്ന ഭരണത്തിൽ ജനങ്ങൾക്ക് പങ്കാളിത്തമില്ലാത്തതുകൊണ്ടാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി മാത്യു, ജില്ലാ സെക്രട്ടറി മധു അലനല്ലൂർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊടൈ സർക്കാർ ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത രോഗികളെ വലയ്ക്കുന്നു. രോഗം ബാധിച്ച ആതുരാലയമാണ് ഇവിടെ രോഗികളെ സ്വാഗതം ചെയ്യുന്നത്. നൂറ്റാണ്ട് പഴക്കമുള്ള കോട്ടായ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തുന്ന രോഗികൾ ആശുപത്രിയുടെ അവശതകളിൽ വീർപ്പുമുട്ടുകയാണ്. നിത്യേന 100 കണക്കിന് സാധാരണക്കാരായ രോഗികളാണ് ഇവിടെ ചികിത്സ തേടി എത്തുന്നത്. രോഗികൾക്ക് ഇരിക്കാൻ പോലും സൗകര്യമില്ല. ഏറെ സമയം OPക്ക് മുന്നിലും മരുന്ന് ലഭിക്കുന്നതിനും വരിയിൽ നിൽക്കേണ്ട അവസ്ഥ. ചില ദിവസങ്ങളിൽ OPക്ക് മുന്നിലെ ക്യൂ ആശുപത്രി ഗേറ്റ് വരെ എത്താറുണ്ട്. രോഗികളിൽ ഭൂരിഭാഗവും പ്രായാധിക്യമുള്ളവരായിരിക്കും. ഇവർക്ക് ഇരിക്കാനെങ്കിലും സൗകര്യം ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യം. നിലവിൽ പഴയ കെട്ടിടം ബലക്ഷയം ബാധിച്ച്
പൊളിച്ചിട്ടിരിക്കുകയാണ്. ഈ സ്ഥലത്ത് പുതിയ കെട്ടിടം പണിയുമെന്ന് പറയുന്നുണ്ടെങ്കിലും എപ്പോൾ പ്രാവർത്തികമാകുമെന്ന് ആർക്കും പറയാനാവില്ല. ആശുപത്രി പ്രവർത്തിക്കുന്നത് MLA ഫണ്ട് കൊണ്ട് നിർമ്മിച്ച പരിമിത സൗകര്യങ്ങളുള്ള കെട്ടിടത്തിലാണ്. ഈ കെട്ടിടം ഉദ്ഘാടനം പോലും നടത്താതെയാണ് ആശുപത്രി പ്രവർത്തനം ഇങ്ങോട്ട് മാറ്റിയത്. ബഹുഭൂരിപക്ഷം കർഷക തൊഴിലാളികളും പട്ടികജാതിക്കാരും ചികിത്സ തേടിയെത്തുന്ന സർക്കാർ ആശുപത്രിയിൽ അടിയന്തരമായി അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ 125 വർഷം പഴക്കമുള്ള നടപ്പാലം ഇനി ഓർമ്മ. ചൊവ്വാഴ്ച വലിയ ക്രെയിൻ ഉപയോഗിച്ച് പാലം പൂർണ്ണമായും പൊളിച്ചു നീക്കി. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ പാലം അതേ സ്ഥലത്ത് ഉടൻ നിർമ്മിക്കുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. റെയിൽവേ ബ്രിഡ്ജസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പാലത്തിൻ്റെ കാലപ്പഴക്കം കണ്ടെത്തിയതിനെ തുടർന്ന് പാലം പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചത്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ 125 വർഷം പഴക്കമുള്ള നടപ്പാലം ഇനി ഉണ്ടാകില്ല. നിരവധി രാഷ്ട്രീയ നേതാക്കളുടെയും സിനിമാ താരങ്ങളുടെയും സാംസ്കാരിക നായകന്മാരുടെയും കാൽപാദം പതിഞ്ഞ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ ചരിത്ര പ്രാധാന്യമുള്ള നടപ്പാലം ഇനി ഓർമ്മയിലേക്ക്. റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിൻ്റെ ഭാഗമായി 125 വർഷം പഴക്കം ചെന്ന നടപ്പാലമാണ് ഇതോടെ പൊളിച്ചു നീക്കിയത്. കൽക്കരി എഞ്ചിനിൽ കൂകിപ്പാഞ്ഞ തീവണ്ടി പാതയുടെ കഥകൾ പറയുന്ന ഷൊർണൂരിൻ്റെ മണ്ണിൽ നിന്ന് മറ്റൊന്നുകൂടി ചരിത്രത്താളുകളിലേക്ക്. പഴയ പാലത്തിൻ്റെ ചില ഭാഗങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പൊളിച്ചു മാറ്റിയിരുന്നു. അവശേഷിക്കുന്ന ഇരുമ്പ് തൂണുകളിൽ പുതിയ നടപ്പാത ഘടിപ്പിക്കാം എന്നായിരുന്നു ആദ്യം തീരുമാനിച്ചതെങ്കിലും പരിശോധനയിൽ പാലത്തിൻ്റെ ഇരുമ്പ് തൂണുകൾക്ക് ബലക്ഷയം സംഭവിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചത്. ചൊവ്വാഴ്ച രാവിലെ മുതൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നെത്തിയ വലിയ ക്രെയിനുകൾ ഉപയോഗിച്ചായിരുന്നു പഴയ നടപ്പാലം പൊളിച്ചു നീക്കിയത്. 6 മീറ്റർ വീതിയിൽ പുതിയ പാലം നിർമ്മിക്കാനാണ് റെയിൽവേയുടെ തീരുമാനം. കൂടുതൽ യാത്രക്കാർക്ക് ഒരേ സമയം നടക്കാൻ കഴിയുന്ന വീതിയിലായിരിക്കും പുതിയ നടപ്പാലം നിർമ്മിക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നായ ഷൊർണൂരിൽ 7 പ്ലാറ്റ്ഫോമുകളിലേക്കും ആകെയുള്ളത് ഒരു നടപ്പാത മാത്രമാണ്. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. മഴക്കാലത്തെ റോഡിലേക്ക് ഒഴുകിയെത്തിയ മണ്ണും ചരലും ഗതാഗതത്തിന് ഭീഷണിയെന്ന് പരാതി. പറളി ഓടന്നൂർ പ്രധാന പാതയിലാണ് മണ്ണും ചരലും അടിഞ്ഞുകൂടിയിരിക്കുന്നത്. കഴിഞ്ഞ മഴക്കാലത്ത് ശക്തമായ കുത്തൊഴുക്കിൽ റോഡിലേക്കെത്തിയ മണ്ണും ചരൽക്കല്ലും റോഡിൽ കുന്നുകൂടിയിരിക്കുകയാണ്. ഇത് ഗതാഗതത്തിന് വലിയ ഭീഷണിയായെന്നാണ് പരാതി. പറളി ഓടന്നൂർ പ്രധാന പാതയിലാണ് യാത്രക്കാർക്ക് അപകടക്കെണിയായി റോഡിൽ മണ്ണും ചരലും അടിഞ്ഞിരിക്കുന്നത്. പറളി ചന്തപ്പുരയിൽ നിന്ന് ഓടന്നൂർ റോഡിലേക്ക് കയറിയതും വളവിലാണ് റോഡിൽ അപകടക്കെണിയായി മണ്ണും ചരലും കുന്നുകൂടിയിട്ടുള്ളത്. വളവ് തിരിയുന്ന ഭാഗമായതിനാൽ എതിർദിശയിലെ വാഹനങ്ങൾ കണ്ട് വെട്ടിച്ചെടുത്ത് ചരൽക്കല്ലിൽ തെന്നി വീണ് ഇരുചക്രവാഹനങ്ങൾ മറിയുന്നത് ഇവിടെ പതിവ് കാഴ്ചയായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. 3 വയസ്സുകാരന് രക്ഷയായത് ചെറുതുരുത്തി പോലീസ്. ചെറുതുരുത്തി സെൻട്രൽ കാറിനകത്ത് കുടുങ്ങിയ കുരുന്നിനെ പോലീസ് ജാഗ്രതയോടെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ചെറുതുരുത്തിയിൽ ഷോപ്പിങ്ങിനെത്തിയ രക്ഷിതാക്കൾ കാർ നിർത്തി പുറത്തിറങ്ങിയപ്പോൾ ഡോർ ലോക്കാവുകയായിരുന്നു. വാഹനം സ്റ്റാർട്ടിങ്ങിലായതിനാൽ ഏറെ ഭീതിയോടുകൂടിയാണ് അരമണിക്കൂറോളം ജനങ്ങൾ പ്രദേശത്ത് തടിച്ചുകൂടിയത്. രക്ഷിതാക്കൾ വീട്ടിൽ പോയി മറ്റൊരു താക്കോൽ എടുത്തു വരുന്നതിന് മുമ്പ് തന്നെ കുട്ടി ഡോർ തുറക്കുകയായിരുന്നു. ചെറുതുരുത്തി അഡീഷണൽ SI അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ആറ്റൂർ അറഫ സ്കൂളിലെ KG വിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നൊരുക്കിയ പ്രദർശനം ശ്രദ്ധേയമായി. കുട്ടികൾക്ക് തെങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പഴയ തലമുറ തെങ്ങിനെ എത്രമാത്രം ആശ്രയിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചും ബോധവൽക്കരണം കൂടി ലക്ഷ്യമിട്ടായിരുന്നു എക്സിബിഷൻ. ചകിരി, ചിരട്ട, തെങ്ങിൻ്റെ പട്ട തുടങ്ങിയവ കൊണ്ട് നിർമ്മിച്ച വിവിധ വസ്തുക്കളാണ് പ്രദർശനത്തിലുണ്ടായിരുന്നത്. പച്ചഓല കൊണ്ട് നിർമ്മിച്ച ബാഗ് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. വീട് നിർമ്മാണത്തിന് പണ്ട് ഓല മടഞ്ഞിരുന്ന രീതി പ്രദർശനശാലയിൽ പരിചയപ്പെടുത്തി. ചിരട്ട കൊണ്ടുള്ള ആമയുൾപ്പെടെ കരകൗശല വസ്തുക്കളും ഏറെ ശ്രദ്ധേയമായിരുന്നു. പഴയ തലമുറ ഇവ പ്രയോജനപ്പെടുത്തിയിരുന്ന രീതി സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ്സുമുണ്ടായി. എക്സിബിഷൻ എന്നുള്ള നിലയ്ക്കല്ല, നമ്മൾ ചെറിയൊരു ആക്ടിവിറ്റി എന്നുള്ള നിലയ്ക്കാണ് ചെയ്യാന്ന് വിചാരിച്ചത്. പക്ഷേ പാരൻസ് കുറേ അധികം സാധനങ്ങൾ ഈ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കൊട്ടകൾ, പായ, നെയ്ത പോലെ അവർ നല്ല ഭംഗിയിൽ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ചെറിയ ചകിരി കൊണ്ടുണ്ടാക്കിയ കുറേ സാധനങ്ങൾ, വീടുകൾ പോലെ, അതുപോലെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് പോലെ കുറേ സാധനങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്.
KG സെക്ഷൻ സൂപ്പർവൈസർ ഷീബ അസീസ്, സെക്ഷൻ ഓഫീസർ നിജമ ശശി, അറഫ സെക്രട്ടറി സുലൈമാൻ, ട്രഷറർ അബ്ദുൽ ലത്തീഫ്, സ്കൂൾ കോർഡിനേറ്റർ റഷീദ് ഫൈസി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചരിത്രപ്രസിദ്ധമായ ചക്കുളത്തുകാവ് പൊങ്കാല ഡിസംബർ 4 നടക്കും. പൊങ്കാല സമർപ്പിക്കാനെത്തുന്ന ഭക്തർക്ക് എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുമെന്ന് മീഡിയ കോർഡിനേറ്റർ അജിത് കുമാർ പിഷാരത്ത് പാലക്കാട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 4 പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിനും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനും വിളിച്ചുചൊല്ലി പ്രാർത്ഥനയ്ക്കും ശേഷം ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി കെടാവിളക്കിലേക്ക് ദീപം പകരുന്നതോടെ പൊങ്കാലയ്ക്ക് ആരംഭം കുറിക്കും. ട്രസ്റ്റ് പ്രസിഡന്റും മുഖ്യ കാര്യദർശിയുമായ രാധാകൃഷ്ണൻ നമ്പൂതിരി പണ്ടാര പൊങ്കാലയെടുപ്പിലേക്ക് അഗ്നി ജ്വലിപ്പിക്കും. 500-ലധികം വേദപണ്ഡിതന്മാരുടെ കാർമ്മികത്വത്തിൽ ദേവിയെ 51 ജീവിതകളാക്കി എഴുന്നള്ളിച്ച് ഭക്തർ തയ്യാറാക്കിയ പൊങ്കാല നിവേദിക്കും. പൊങ്കാല സംഗമം കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും സാംസ്കാരിക സമ്മേളനം സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അവർ പൊങ്കാല ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പന്നീർസെൽവം അവർ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. 11 മണിയോടുകൂടി ഭക്തർ തയ്യാറാക്കിയ പൊങ്കാല 51 ജീവിതങ്ങളിലായി 500-ൽ വേദപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഭക്തർ തയ്യാറാക്കിയ ഓരോ പൊങ്കാലയും ദേവിക്ക് സമർപ്പിക്കുക എന്ന ചടങ്ങ് നടക്കും. തുടർന്ന് പ്രസിദ്ധമായ ഉച്ചദീപാരാധനയും ദിവ്യാഭിഷേകവും നടക്കും. വൈകുന്നേരം 5 മണിക്ക് ചേരുന്ന സാംസ്കാരിക സമ്മേളനം ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അവർ ഉദ്ഘാടനം ചെയ്യും. കുട്ടനാട് MLA തോമസ് കെ തോമസ് അധ്യക്ഷത വഹിക്കും. മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും. അഡ്മിനിസ്ട്രേറ്റർ മണിക്കുട്ടൻ നമ്പൂതിരി, മേൽശാന്തി അശോകൻ നമ്പൂതിരി, രഞ്ജിത്ത് B നമ്പൂതിരി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. ചെറുതുരുത്തി കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗികാതിക്രമം. അധ്യാപകനെതിരെ പോക്സോ കേസെടുത്തത് ദേശമംഗലം സ്വദേശി കനകകുമാറിനെതിരെ. പ്രാഥമിക അന്വേഷണം നടത്തിയ അധ്യാപകനെ കലാമണ്ഡലം സസ്പെൻഡ് ചെയ്തു. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. 10 മാനുകൾ ചത്തു. തെരുവുനായുടെ ആക്രമണമെന്ന് പ്രാഥമിക നിഗമനം. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട്, തൃശൂർ ജില്ലകളിലെ റെയിൽവേ സ്റ്റേഷനുകളും പരിശോധന ശക്തം. രാത്രി മുതൽ തന്നെ ഷൊർണൂർ ഉൾപ്പെടെ റെയിൽവേ സ്റ്റേഷനുകളിൽ ജാഗ്രത കർശനമാക്കി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ 125 വർഷം പഴക്കമുള്ള നടപ്പാലം ഇനി ഓർമ്മ. ക്രെയിൻ ഉപയോഗിച്ച് പാലം പൂർണ്ണമായും പൊളിച്ചു നീക്കി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.